ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. എൻ്റെ മോ, എന്ത് നല്ല പടം! എനിക്ക് ഈ പടം കണ്ടപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയില്ല. മമ്മൂട്ടി എന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഇത് എന്താ കാട്ടുന്ന ഒരു രക്ഷയില്ല. കാരണം ആ സിനിമ നമുക്ക് ഈ സിനിമയെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ജീവിയും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആ ക്യാരക്ടറൈസേഷൻ പിടിച്ചുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ, കാരണം ആ ഒരു മമ്മൂട്ടിയുടെ ആക്ടിങ് ഇങ്ങനെ ഫ്ലോ പോലെയാ, ഇങ്ങനെ ഒഴുകുന്നത്. കാരണം ഇതിൽ ക്യാരക്ടറിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആളെന്താ, ഈ എന്താ പറയുക, മേലാകാശവും താഴെ ഭൂമി എന്ന് പറഞ്ഞ രീതിയിലാണ്. ആളിൽ ഒന്നുമില്ല, കാരണം ഒന്നുമില്ലാത്തൊരു വ്യക്തി എല്ലാവരുടെയും ഫെയിലായി കിടക്കുന്നു. അങ്ങനെയുള്ള ആൾക്കുണ്ടാവുന്ന ഒരു 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 ഹ്യൂമർ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്നും അങ്ങനെ കാര്യമില്ല, കിട്ടിയത് കിട്ടി പോയാൽ പോയി, അതാ ലെവലാണ്. ആ ഒരു ലെവലിൽ നിന്നിട്ട് സംഭവം ഇങ്ങനെ ഒരു കൂളായിട്ട് വളരെ എന്താ പറയുക, ഇത്രയും അഭിനയം ഇങ്ങനെ ഒരു അഭിനയം ഈ സിനിമ മമ്മൂട്ടിയിൽ നിന്ന് കിട്ടി ഞാനിതൊരു കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. കാരണം അത്ര മാത്രം ക്യാരക്ടറൈസേഷൻ പിടിച്ചുകൊണ്ട് തന്നെ ആളും സെറ്റപ്പ് ആയിട്ട്. അതിനിടയിലുണ്ട് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ആ പല കാര്യങ്ങളും പറയാനായിട്ട് ഇങ്ങനെ കുറേ കാര്യം കാണിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വളരെ സ്ലോ ആയി പോകും, പക്ഷെ നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തി മോനെ, പാട്ട് അങ്ങനെ ഒരു ഗിയർ നിന്ന് മാറ്റി ടോപ്പിലിട്ടും ഇങ്ങനെ കടകളാന്ന് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ അതുപോലെ ഈ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് കണ്ട പലതും ഹരിച്ചും ഗുണിച്ചും മൾട്ടിപ്പിളൊക്കെ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ പിടിക്കുകയാണ്. കാരണം അവസാനം 20 മിനിറ്റ് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഒരു ക്ലൈമാക്സും ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ട്വിസ്റ്റ്. കാരണം ഈ സിനിമയ്ക്ക് ഇത്രയും എന്താ പറയുക, എന്തുകൊണ്ട് ഇത്രയും ഹൈപ്പ് കൊടുത്തില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹൈപ്പ് കൊടുക്കാതെ തന്നെ വന്ന് കാണുമ്പോൾ ഇതിനൊരു ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ആ ഒരു ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രമാത്രം നല്ല അതിഗംഭീരമായിരുന്നു നമ്മുടെ GVM ചെയ്ത് വെച്ചിരിക്കുന്നത്. GVMന്റെ നമ്മൾ മറ്റു സിനിമ കണ്ടിട്ടുണ്ടാവും, മറ്റു സിനിമ ഏതാണ്ട് ഒരു വെറൈറ്റി ആയിരിക്കും. കാരണം കാക്ക ആയിരിക്കട്ടെ, അല്ലെങ്കിൽ വാരണോ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റേ വേട്ടയുടെ വീട്, ഇതെല്ലാം തന്നെ ഒരു പ്രത്യേകതരം ജോണറിൽ നിന്നിട്ട് ചെയ്യുന്ന പടങ്ങളാണ്. അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കഥ പറച്ചിൽ തന്നെ ഒരു പ്രത്യേകതരം കഥ പറച്ചില്ല, ഒരു ഫ്ലോ പോലെ ഒഴുകി പോകുന്ന പോലെ. അതേ തന്നെയാണ് ഈ പരിപാടി. ഇതിൽ പറഞ്ഞ ഒരു വേറെ ഒരു തരത്തിൽ ജോണറിൽ പിടിച്ചിട്ട് അദ്ദേഹം അതിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് തന്നെ പിടിച്ചിട്ട്. കാരണം ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇതുപോലെ എന്താ പറയുക, ഒരു ലൂസായി നിന്നിട്ട് വളരെ കൂളായി നിന്നിട്ട് എന്താ പറയുക ചെയ്യാൻ പറ്റിയ ഈ ഒരു ക്യാരക്ടറൈസേഷൻ പിടിക്കാനെങ്കിൽ മമ്മൂട്ടിക്ക് മാത്രമേ കഴിയുള്ളൂ നമുക്ക് തോന്നിപ്പോയി ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ. അത്രമാത്രം മികച്ച രീതിയിലാണ് അദ്ദേഹം ഈ സിനിമ എന്താ പറയുക ആ ഒരു ക്യാരക്ടർ തന്നെ പിടിച്ചുകൊണ്ട്, ആ ഒരു മീറ്റർ തന്നെ പിടിച്ചുകൊണ്ട് പല സീൻസും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ വളരെ സീരിയസ് ആയി പോയിക്കൊണ്ടിരിക്കണം. അപ്പം മമ്മൂട്ടി ഇടയ്ക്കുള്ള ഒരു കൗണ്ടർ അടിക്കും. അയ്യോ അതുപോലെ അതൊരു കോമഡിയാണ്. കൗണ്ടർ പറഞ്ഞത് ഈ കോമഡിക്ക് വേണ്ടി ഒരാൾ ഇതിൽ ഈ സിനിമയ്ക്ക് ഇട്ടിട്ടില്ല, മമ്മൂട്ടി തന്നെയാണ് കോമഡിയൻ. കാരണം ഈ സിനിമയിൽ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ സാഹചര്യമൊക്കെ പറഞ്ഞു പോകുന്നത്, പക്ഷെ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. അവരുടെ മമ്മൂട്ടിനെ വെച്ചാൽ ഇങ്ങനെ ഒരു സിനിമ GVMന് ചെയ്യാൻ തോന്നുന്നതിന് അടിപൊളി. ആ ഒരു ഡിസിഷൻ വളരെ എന്താ പറയുക, വളരെ എന്താ പറയുക നന്നായി പോയി ഞാൻ പറയും. കാരണം മമ്മൂട്ടിക്ക് ഇതുപോലൊരു സിനിമ GVM അല്ലാതെ വേറെ ആരും ചെയ്യും എന്ന് തോന്നിപ്പോവും. കാരണം ഈ ഒരു ക്യാരക്ടറിൽ പിടിച്ചിട്ടും, കാരണം ഇത്രയും നല്ലൊരു കൂളായിട്ട് ഒരു വളരെ ഒഴുകി നടക്കുന്ന ഒരു വളരെ എന്താ പറയുക ലൂസറായി നിൽക്കുന്ന ആളോ, ഇല്ലെങ്കിൽ എന്താ പറയുക ഒന്നുമില്ലാത്ത ആൾക്ക് എന്ത് കിട്ടിയാലും എന്താ പറയുക സൂപ്പറാ. ആ ലെവലിൽ നിൽക്കുന്ന ആൾക്ക് എന്തായാലും സൂപ്പറാ. കാരണം ആ ഒരു പറയുന്ന രീതി ഉണ്ടല്ലോ, കഥ പറഞ്ഞു പോകുന്നു മമ്മൂട്ടിന് ചില എക്സ്പ്രഷൻസ്, ചില ഒരു കഥയുടെ സമയത്ത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചില ആക്ഷൻസിലൊക്കെ കാണണം, അടിപൊളിയാണ്. പിന്നെ ഈ സിനിമയിൽ അത്യാവശ്യം ഫൈറ്റ് ഉണ്ട്, നല്ല നല്ല അടിപൊളി ഫൈറ്റ് ഉണ്ട്, ഒരു രക്ഷത്തെ ഫൈറ്റ് ഉണ്ട്. കാരണം മമ്മൂട്ടി ഇതിൽ ആക്ഷൻ മാത്രമാണ്, ഇതിൽ വളരെ സ്ലോ ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, ഇതിൽ നല്ല എന്താ പറയുക ആക്ഷൻ ഉണ്ട്, പിന്നെ റൊമാൻസ് പറയുന്ന റൊമാൻസ് ഉണ്ട്, പിന്നെ നല്ല ഇമോഷൻസ് ഉണ്ട്, നല്ല ഫിലിം. കാരണം എല്ലാ തരത്തിലും ഒരു പാക്കേജ് ആയിട്ട് തോന്നി. കാരണം ഒരിക്കലും ഒരുപാടും ഒന്നില്ല മറ്റതില്ല എന്ന് പറയുന്നില്ല, എല്ലാം തന്നെ വളരെ മികച്ചത് ഇത് GVM കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ മൂഡിലേക്കാണ് ഈ സിനിമ കൊണ്ടുവന്നും കൂടി പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ പല ഇന്റർവ്യൂലും പറഞ്ഞതും ഇദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ഈ സിനിമയിലുണ്ട്, ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ആ ക്യാരക്ടറൈസേഷൻ പിടിച്ചുകൊണ്ടാണ് ഈ സിനിമ മൊത്തം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചെന്ന് പറഞ്ഞു. അത് അതുപോലെ തന്നെ എടുത്തു വരാം, അതിൽ 100% അദ്ദേഹം വിജയിച്ചു പറയാം. അതിൽ അദ്ദേഹത്തിന്റെ ആ മനസ്സിലുള്ള ക്യാരക്ടർ മമ്മൂട്ടി എന്ന മഹാനടൻ ആ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിന്റെ പൂർണ്ണത പറയുന്നത് 10 മടങ്ങിന് മുകളിലാണ്. അത്രമാത്രം നല്ല രീതിയിലായി സിനിമ അദ്ദേഹം ജീവിച്ചിരുന്നത്. കാരണം ഒരിക്കലും ആ ഒരു സിനിമയ്ക്ക് പ്രൊമോട്ട് ചെയ്ത് നമുക്കൊന്നും കിട്ടുന്നില്ല, പക്ഷെ സിനിമ ഞാൻ കണ്ട അനുഭവം എന്ന് പറയുന്നത് വളരെ മികച്ച. കാരണം എനിക്ക് അത്രയും ഞാൻ വളരെ എൻജോയ് ചെയ്ത ഈ സിനിമ. കാരണം ഒരിക്കലും എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായില്ല. കാരണം GVM പറഞ്ഞ വ്യക്തി നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, പിന്നെ അതിന് മമ്മൂട്ടി. കാരണം മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ ഒരിക്കലും ദോഷം വരാത്ത രീതിയിലാണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം മമ്മൂട്ടി കമ്പനി പല സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഓരോരോ എക്സ്ട്രീംസിലാണ് നിൽക്കുന്നത്. ഇപ്പം നൻപകൽ, മരത്ത് മയക്കം, റോഷാക്ക്, അങ്ങനെ പോയിക്കട്ടെ, അതൊക്കെ ഓരോരോ ജോണിൽ നിൽക്കുന്ന സിനിമകളാണ്. അതെല്ലാം തന്നെ ഒരു വ്യത്യസ്തമായ രീതി നിന്നിട്ട് അത് വ്യത്യസ്തന്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്.
അതുപോലെ തന്നെ ഇതൊരു വ്യത്യസ്തമായ ജോണറിലാണ്, പക്ഷെ വ്യത്യസ്തമായ രീതിയിലാണ് കഥ പറയുന്നത്. ആ കഥ പറയുന്ന രീതിയിൽ ഏറ്റവും ടോപ്പ് നോച്ച് അത് വേണം പറയാം. കാരണം അതിൽ മമ്മൂട്ടിന്റെ ഒഴുകിപ്പോകുന്ന ഒരു കുറെ സീൻസ്, ഒഴുകിപ്പോകുന്ന രീതിയിലാണ് സംഭവം ഈ സിനിമ. അദ്ദേഹത്തിന്റെ ആക്ട് ചെയ്തിരിക്കുന്ന രീതിയെല്ലാം തന്നെ. ഇപ്പോൾ ഗൂഗിൾ സുരേഷ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് മികച്ച നല്ല അഭിനയിച്ചിട്ടുണ്ട്. അവർ രണ്ടും ഒരു കോംബോ തന്നെ ബെസ്റ്റ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഒരു എന്താ പറയുക, ഒരു ഭയങ്കര കൂൾ. കാരണം ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം. ഇത്രയും കൂളായിട്ട് ഇൻവെസ്റ്റിഗേഷൻ എത്ര റിസ്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സിനിമ കാണുമ്പോൾ പറയാൻ പറ്റും. അത്രയും നല്ല മനോഹരമായിട്ടാണ് ഈ സിനിമ എന്താ പറയുക എടുത്തു വെച്ചിരിക്കുന്നത്. ജീവിയം എന്തായാലും ജീവിയം ഇങ്ങനെ സിനിമ ചെയ്തതിൽ വളരെയധികം നമുക്ക് സന്തോഷം. കാരണം മലയാളത്തിൽ വന്നിട്ട് ഇത്രയും നല്ല അടിപൊളി ഒരു സൈലന്റ് ഹിറ്റ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റവാക്കി പറയുന്നത് സൈലന്റ് ബ്ലോക്ക് ബസ്റ്റർ അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരിക്കലും പിന്നെ അതിനുവേണ്ടി അവര് അവിടെയും ഇവിടെയും അതിന്റെ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ച് അങ്ങനെ വലിയ എന്താ പറയുക ലോകം മുഴുവൻ കൊട്ടിയാകർഷിക്കുന്ന ഒരു പ്രൊമോഷൻ ഇല്ല. മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടതെന്ന് അവർക്കറിയാം. അത് അതുപോലെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. കാരണം അത്ര നല്ല സിനിമ കാണുന്നതിലേക്ക് മനസ്സിലാൻ പറ്റും. വളരെ കൂൾ ആൻഡ് കാഷ്വലാണ്, വളരെ കൂൾ. മമ്മൂട്ടി ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന പോലെ മമ്മൂട്ടിന്റെ ഇതുവരെ കാണാത്തൊരു ആക്ടിങ് ആണ് ഈ സിനിമ, ഞാൻ മനസ്സിലാക്കുന്നു. അത് ഒരു രക്ഷയില്ലാത്ത സിനിമ. അവസാനമൊക്കെ ആകുമ്പോണ്ടല്ലോ, ആ ഒരു 20 minutes ഒക്കെ ആകുമ്പോൾ ആ ഒരു ക്ലൈമാക്സിന്റെ മക്കളെ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ്. എന്തായാലും സിനിമ തിയേറ്ററിൽ കാണും. തിയേറ്ററിൽ കണ്ടാൽ ഇതിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. കാരണം ഒരിക്കലും ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പോൾ നാളെ ഇപ്പോൾ ടെലിഗ്രാമൊക്കെ വന്ന് സിനിമ കാണാൻ പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല. കാരണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. ഇതാകുമ്പോൾ ഒരു ഇത്രയും അവേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുന്നു. ആ ഫ്ലോ തന്നെ പോകുമ്പോൾ നമുക്ക് ഇതിന്റെ പല കോമഡീസും പല ഡയലോഗ്സും ഒക്കെ വളരെ വ്യക്തമായിട്ട് എന്താ പറയുക നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മമ്മൂട്ടിന്റെ പല ഡയലോഗ്സും കൊണ്ടാണ് ഈ സിനിമ ഒരു ചെറിയൊരു കോമഡി ഒക്കെ വരുന്നത്. ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കാണും. സിനിമ കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തു. ഓക്കെ, ബൈ, താങ്ക് യു.